السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന് നൽകുന്ന ഉപദേശത്തിൽ ഇനി മഹാനവർകൾ പറയുന്നത്, മോനെ, നീ വഅമൽ മാശിഅത, നീ ഉദ്ദേശിക്കുന്നത് എന്തും നീ പ്രവർത്തിച്ചോളൂ. ഫഇന്നക മജ്സിയ്യും ബിഹി, കാരണം നീ അതിന് പ്രതിഫലം നൽകപ്പെടുന്നവനാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാം, ആ ചെയ്യുന്നതിനുള്ള കൂലിയാണ് നിനക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തോന്നിയതുപോലെ ജീവിക്കാനുള്ള ലൈസൻസ് അല്ല, മറിച്ച് പ്രവർത്തനം നന്മയിൽ തന്നെ തളച്ചിടാനുള്ള ശക്തമായിട്ടുള്ള ഉത്ബോധനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ നോക്കൂ, നേരത്തെ നമ്മൾ അതിന്റെ ചെറിയ ആശയങ്ങളൊക്കെ മുമ്പത്തെ ഉപദേശത്തിലും അടങ്ങിയിട്ടുണ്ട്. നീ ഉദ്ദേശിക്കുന്നവരെ നീ സ്നേഹിച്ചോളൂ, കാരണം അവരുമായി നീ വേർപിരിയുമെന്ന് പറഞ്ഞെടുത്ത് വേർപിരിയാത്ത കൂട്ടുകാരനായി നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ തന്നെ ഒരു വകഭേദമായി കാണേണ്ട ഉപദേശമാണിത്. നീ നിനക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചോളൂ, കാരണം നീ അതിന് പ്രതിഫലം നൽകപ്പെടുന്നവനാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. ആരെങ്കിലും ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലം അവൻ കാണും, തിന്മ ചെയ്താലും അങ്ങനെ തന്നെ എന്ന് സൂറത്തുൽ സൽസലയുടെ 7-8 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ ത്വയ്യിബതൻ വലനജ്സിയന്നഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. സൽക്കർമ്മങ്ങൾ സ്ത്രീകളോ പുരുഷന്മാരോ വിശ്വാസിയായിക്കൊണ്ട് ആരായാലും ശരി സൽക്കർമ്മം ചെയ്താൽ അവര് വളരെ നല്ല ജീവിതം നമ്മൾ നൽകുകയും അവർ പ്രവർത്തിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട പ്രതിഫലം കൊണ്ട് നമ്മൾ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, സൂറത്തുൻ നഹലിന്റെ 97-ാമത്തെ ആയത്തിൽ. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. സൂറത്തുൽ ബഖറയുടെ 281-ാമത്തെ ആയത്ത്. ഖുർആനിൽ ഏറ്റവും അവസാനമായി ഇറങ്ങിയ സൂക്തമാണിതെന്ന് പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖുർആൻ ഒട്ടനവധി ഉത്ബോധനങ്ങൾ സമൂഹത്തിന് നൽകി അവരുടെ ജീവിതത്തിൽ നടപ്പാക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം വിശുദ്ധ ഖുർആനിന്റെ സമാപനം, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. എന്തിനാണ് ആ മടക്കം? സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, ഓരോരുത്തരും പ്രവർത്തിച്ചതിനുള്ള പ്രതിഫലം അവർക്ക് പൂർത്തിയാക്കി നൽകപ്പെടും. വഹും ലാ യുദ്ലമൂൻ, അവർ അശേഷം ആക്രമിക്കപ്പെടാതെ തന്നെ എന്ന് ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം തരും. അതുകൊണ്ട് എനിക്ക് പ്രതിഫലം എന്നെ സന്തോഷിപ്പിക്കുന്നതാകണം എന്ന് ആരാണ് ആഗ്രഹിക്കാതിരിക്കുക? ആരാണ് അങ്ങനെ ചിന്തിക്കാതിരിക്കുക? അതുകൊണ്ട് നമ്മെ സന്തോഷിപ്പിക്കുന്ന പ്രതിഫലത്തിന് അർഹമാകുന്ന വിധത്തിലുള്ള സന്തോഷിപ്പിക്കാൻ യോഗ്യതയുള്ള വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാനേ നമ്മുടെ ജീവിതത്തെ നമ്മൾ വിനിയോഗിക്കാവൂ എന്നാണ് ഈ പറയുന്നതിന്റെ ചുരുക്കം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് ഒരുപാട് അവസരങ്ങൾ അല്ലാഹു നൽകുന്നുണ്ട്. തിന്മകളിലേക്ക് പോകുന്നവർക്ക് പോകാനുള്ള സാഹചര്യങ്ങളും ഈ ലോകത്തുണ്ട്. പക്ഷെ ബുദ്ധിയുള്ള മനുഷ്യൻ ഈ 2 ഓപ്ഷനിൽ നിന്ന് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നത് പ്രസക്തമായ ചോദ്യമല്ലേ? ഞാനിവിടെ നല്ലത് പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ എനിക്ക് അല്ലാഹു തആല നന്മ പ്രതിഫലം തരും. അതേസമയത്ത് ചീത്ത പ്രവർത്തനങ്ങളിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിന്റെ ദുരന്തം എന്റെ ജീവിതത്തിൽ എന്നെ വിടാതെ പിടികൂടിക്കൊണ്ടിരിക്കും. ഇത് രണ്ടും നേരത്തെ തന്നെ പടച്ച റബ്ബ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അതിനെ ഗൌരവത്തിലെടുക്കാത്തവൻ എത്ര വലിയ വിവരദോഷിയാണ്. മനുഷ്യൻ അല്ലാഹു തആല നൽകിയിട്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്താ? സത്യാസത്യ വിവേചനത്തിനുതകുന്ന, നന്മകളെയും തിന്മകളെയും വേർതിരിക്കാൻ സഹായിക്കുന്ന, ചീത്തയെയും നല്ലതിനെയും വെവ്വേറെ വിവരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന വിശേഷ ബുദ്ധി എന്നൊരു സാധനമല്ലേ അള്ളാഹു നമുക്ക് തന്നത്. ആ തന്ന വിശേഷ ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ നന്മയെ സ്വീകരിക്കാനും തിന്മയെ വർജിക്കാനും തയ്യാറാകുന്നില്ലെങ്കിൽ
അവനേക്കാൾ വലിയ പരാജയം ഈ ലോകത്ത് മറ്റെന്താണ് എന്നത് വിഷയം തന്നെയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഉപദേശം വെച്ചുകൊണ്ട് ഗസാലി ഇമാം പറയാണ്, വഅമൽ മാ ശിഅത, നിനക്കിഷ്ടമുള്ളത് ചെയ്തോളൂ, കാരണം നീ അതിന് പ്രതിഫലം നൽകപ്പെടുന്നവനാണ്. നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറയുന്നുണ്ടല്ലോ. നമ്മൾ ചെയ്തിട്ട് അപ്പത്തന്നെ നമ്മൾ മറന്നുപോയി. എത്ര തിന്മകൾ നമ്മൾ ചെയ്തു, എത്ര ആളുകളെ നമ്മൾ കണ്ണീര് കുടിപ്പിച്ചു, എത്ര അബദ്ധങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു. പക്ഷെ ആ സംഭവിച്ച അബദ്ധങ്ങൾ, ആളുകളെ നമ്മൾ ഉപദ്രവിച്ചത്, അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തെറ്റുകൾ ചെയ്തത്, താൽക്കാലികമായ കുറച്ചു സമയത്തെ സുഖം നമ്മൾ ആസ്വദിച്ചത്, അതോടുകൂടെ വിസ്മൃതിയിലായി പോയിട്ടുണ്ട് എന്നതല്ലേ വസ്തുത. പക്ഷേ അതങ്ങനെ തന്നെ മായാതെ മറയാതെ മങ്ങാതെ കിടക്കുകയാണ്. എവിടെ? നമ്മുടെ കൃത്യമായിട്ടുള്ള ജീവിതത്തെ രേഖപ്പെടുത്തുന്ന ഡയറിയിൽ. ആ ഡയറി നമ്മുടെ മുന്നിൽ എടുത്തു വെക്കപ്പെടുന്ന ഒരു സമയം വരാനുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പറഞ്ഞിരിക്കുകയാണ്. അല്ലേ? വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ ഇഖ്റഅ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. സൂറത്തുൽ ഇസ്രായിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു, ഓരോ മനുഷ്യന്റെയും വിജയപരാജയത്തിന്റെ ഭാഗതയം നിർണ്ണയിക്കാൻ പറ്റിയിട്ടുള്ള സംവിധാനം അവന്റെ കൂടെ തന്നെ അവന്റെ ശരീരത്തിൽ നമ്മൾ ബന്ധിച്ചു വച്ചിരിക്കുകയാണ്. അതെന്താ സംഗതി? വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ, വിശാലമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള, വ്യക്തമായി കാണാവുന്ന വിധത്തിൽ, വായിച്ചു നോക്കിയാൽ ഒരു കൺഫ്യൂഷനുമില്ലാത്ത വിധത്തിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം അന്ത്യനാളിൽ നമ്മൾ അവനുവേണ്ടി പുറത്തു കൊണ്ടുവരും. ആ ഗ്രന്ഥം അവന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് നമ്മൾ അവനോട് പറയും, ഇഖ്റഅ കിതാബക്, നിന്റെ ഗ്രന്ഥം നീ വായിച്ചോളൂ സഹോദര. നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നു എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഡയറി കുറിപ്പാണിത്. ഇത് നീ വായിച്ചോളൂ. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ, ഇന്ന് നിന്റെ വിചാരണക്ക് നീ തന്നെ മതി. എന്താണ് ഈ ഉത്ബോധനത്തിന്റെ ഒക്കെ വൈപുല്യം? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. നിന്റെ വിചാരണക്ക് നീ തന്നെ മതി, മറ്റൊരാളുടെയും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കിതാബുകളിൽ, നമ്മുടെ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുകയാണ് എത്രയോ കാര്യങ്ങൾ. നമ്മളത് ചെയ്ത അപ്പം തന്നെ വിട്ടുകളഞ്ഞിട്ടുള്ള സംഗതികളൊക്കെ വലിയ വലിയ കുറ്റങ്ങളായി, തിന്മകളായി നമുക്ക് നേരെ തിരിഞ്ഞുകുത്തുന്ന ഒരു വല്ലാത്ത ദുരന്തത്തിന്റെ സന്ദർഭത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അവിടെയല്ലേ പറയുന്നത്, മാലിഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലു ഹാദിറൻ വലാ യളിമു റബ്ബുക അഹദ. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്, ആ ഗ്രന്ഥം കയ്യിൽ കിട്ടുമ്പോൾ അതിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ മനുഷ്യൻ അത്ഭുതമോ അന്താളിപ്പോ ഒക്കെ ചേർത്തുകൊണ്ട് അവൻ പറയുകയാണ്, മാലിഹാദൽ കിതാബ്, ഇത് എന്തൊരു അത്ഭുതകരമായ ഗ്രന്ഥമാകുന്നു. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതും വലുതുമെന്ന വ്യത്യാസമില്ലാതെ എല്ലാം ഒപ്പിയെടുത്തിട്ടാണല്ലോ ഈ ഗ്രന്ഥം, സമഗ്രമായാണല്ലോ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ചെയ്തു വെച്ച ഒരു സംഗതി ഇതൊന്നും വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ വവജദൂ മാ അമിലു ഹാദിറാ, അവർ ചെയ്തുപോയ എല്ലാ സംഗതികളും അവരുടെ കൺമുന്നിൽ ഇങ്ങനെ കാണുകയാണ്. അത് കാണുന്ന സമയത്ത് ഇവൻ നാണിക്കുന്നുണ്ടാകും, അവൻ ബേജാറാകുന്നുണ്ടാകും. പക്ഷേ വലാ യളിമു റബ്ബുക അഹദാ, നബിയെ, തങ്ങളുടെ നാഥനായ അള്ളാഹു ഒരാളെയും ആക്രമിക്കുന്നില്ല. അവൻ ചെയ്തത് മാത്രമേ അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷെ ആ ചെയ്ത മനുഷ്യൻ അത് ചെയ്ത അപ്പോഴേ മറന്നുപോയതാണ്. വ്യഭിചാരത്തിന്റെ താൽക്കാലിക സുഖത്തിനു വേണ്ടി സമയം ചെലവാക്കിയവൻ, അതിനുവേണ്ടി സമ്പത്ത് കളഞ്ഞവൻ, അതിന്റെ സുഖത്തിന്റെ ആ ഒരു നിമിഷ നേരത്തേക്ക് അല്ലെങ്കിൽ ഏതാനും നിമിഷ നേരത്തേക്കുള്ള സന്തോഷം അതോടുകൂടെ അവസാനിച്ചു പോയതാണ്. അതേസമയത്ത് ഇന്നതെന്റെ മുന്നിൽ ഒരു തീരാക്കളങ്കമായി എന്റെ നേരെ തിരിഞ്ഞു കുത്തുന്ന ഏറ്റവും വലിയൊരു തെളിവായി ഒരു സാക്ഷിയായി നിൽക്കുകയാണ്. കള്ളു കുടിച്ചപ്പോൾ എനിക്ക് അപ്പോൾ ഒരു ചെറിയ സമാധാനം തോന്നിയിരുന്നു. പക്ഷെ ഇന്നെന്റെ സമാധാനം കളയാൻ അത് കാരണമായിരിക്കുകയാണ്. നിസ്കാരം കള ആക്കി കിടന്നുറങ്ങിയപ്പോൾ അപ്പോഴെനിക്കൊരു സുഖം തോന്നിയിരുന്നു. പക്ഷെ ഇന്നെന്റെ മുന്നിൽ അത് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി കടന്നു വരികയാണ്. മാതാപിതാക്കളെയും മക്കളെയും ഒക്കെ അവരോട് കാണിക്കേണ്ട മര്യാദകളും കടമകളും പാലിക്കാതെ മുന്നോട്ട് പോയപ്പോൾ അന്ന് എനിക്കൊരു ചെറിയ സമാധാനമുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം എന്റെ മുന്നിൽ വല്ലാത്ത വലിയ അപകടകാരിയായിട്ടുള്ളൊരു പ്രവർത്തനമായി എന്റെ മുന്നിൽ കാണുകയാണ്. ഇങ്ങനെ തുടങ്ങി മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ച എല്ലാ സംഗതികളും അള്ളാഹുവിന്റെ കോടതിയിൽ കൃത്യമായ വിശദീകരണത്തോടുകൂടെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സഹോദരാ, വഅമൽ മാ ശിഅത, നീ വിചാരിച്ചതെന്തും നീ ചെയ്തോളൂ. കാരണം ഫഇന്നക മജ്സിയും ബിഹി, നീ അതിന് പ്രതിഫലം നൽകപ്പെടുന്നവനാണ്.
ഈ ഒറ്റ ഉപദേശം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കുറച്ച് ഗൌരവത്തിലെടുക്കാൻ തയ്യാറായാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര തിന്മകൾ നമുക്ക് മാറാൻ സാധിക്കും. നമ്മൾ ചെയ്യാൻ വിട്ടുപോകുന്ന എത്ര നന്മകളുടെ സഹയാത്രികരായി നമുക്ക് വീണ്ടും സജീവമാകാൻ സാധിക്കും. അതുകൊണ്ട് ആലോചിക്കുക, ജാഗ്രത പാലിക്കുക. എന്നെയും നിങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരലോകത്ത് വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്ന സമയം നമ്മുടെ ഡയറിക്കുറിപ്പ് നമ്മുടെ കൺമുന്നിൽ കാണുമ്പോൾ അതിൽ സന്തോഷിക്കാനുള്ള പലതും കുത്തി നിറക്കാൻ പറ്റിയ വിധത്തിലുള്ള ജീവിത വിജയത്തിന് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.